നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിന്റെ ടീം ഇപ്പോഴുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ്, ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ. ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്നൊരു ദേശത്താണ്. അങ്ങാടിപ്പുറത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ഇവിടെ എത്തുമ്പോൾ ആയുർവേദ, സിദ്ധ, മർമ്മ, അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനിക് പോലുള്ള എല്ലാം കൂടി ഉൾപ്പെടുത്തി മികച്ച ചികിത്സാ രീതി നൽകുന്ന അല്ലെങ്കിൽ മികച്ച ചികിത്സാ അനുഭവം നൽകുന്ന ഒരു സ്ഥാപനമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ സമന്വയ ചികിത്സ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒരു പ്രമുഖ സ്ഥാപനം. പറഞ്ഞു വരുന്നത് ആദ്യ പ്രകൃതി എന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തെ കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു ചികിത്സയ്ക്ക് നമ്മളെത്തി ആ ഒരു ചികിത്സ നമുക്ക് ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ നിന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് തന്നെ നമുക്ക് അടുത്തൊരു ട്രീറ്റ്മെന്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. ആയുർവേദം ബുദ്ധിമുട്ടാണെങ്കിൽ അത് സിദ്ധയിലേക്ക് പോകാം, സിദ്ധ ബുദ്ധിമുട്ടാണെങ്കിൽ നാച്ചുറോപ്പതിയിലേക്ക് പോകാം. എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ഈ ഒരു ആദ്യ പ്രകൃതിയിൽ ഉള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ രീതികളെ കുറിച്ചൊക്കെ നമ്മളോട് പങ്കുവെക്കുവാൻ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ രാജഗോപാൽ സാർ വിരുന്നിന്റെ പ്രേക്ഷകരുമായി അല്പസമയം പങ്കുവെക്കാൻ നമ്മളോടൊപ്പമുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ രാജഗോപാൽ സാറിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. സാർ, വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മളുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിന് നമ്മളൊരു ചികിത്സാർത്ഥം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പല ചിന്തകൾ അവർക്ക് തോന്നാറുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്ത. ഇപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യ പ്രകൃതിയെ കാണുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. ആയുർവേദവും അതുപോലെ തന്നെ സിദ്ധയും മർമ്മ ചികിത്സയും പ്രകൃതി ചികിത്സയും ഒക്കെ അടങ്ങിയ ഈ ഒരു സ്ഥാപനം എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ഈ ഒരു കൺസെപ്റ്റ് താങ്കളുടെ മനസ്സിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒരു 10-15 വർഷം മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ള ചില ദേഹാസ്വസ്ഥങ്ങൾ കൊണ്ട് ഞാൻ ഒരു നാച്ചുറോപ്പതി സെന്ററിൽ ഞാൻ ചികിത്സ തേടുണ്ടായി. അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പരിചരണം, അതിനുശേഷം പെട്ടെന്ന് അതൊന്ന് റിക്കവർ ആയതും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് പൂർണ്ണ രോഗവിമുക്തനായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റിയത് ഈ ഒരു മേഖലയിലേക്ക് എൻ്റെ ഒരു പ്രചോദനമാണ്. ആദ്യ പ്രചോദനം എന്ന് പറയാൻ പറ്റുന്നത് തന്നെയാണ്. പൊതുവെ ആയുർവേദത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരു താല്പര്യം എനിക്കുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് സിദ്ധ വൈദ്യനാണ്. അദ്ദേഹം 10-35 വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ട്. പാരമ്പര്യമായിട്ട് തന്നെ സിദ്ധ യോഗികൾ അവരുടെ കൂടെ നിന്ന് പഠിച്ച് തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹം. സിദ്ധ ചികിത്സ കൂടുതലും ആ ഒരു മേഖലയുമായിട്ട്. അതെ, തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടാണ് ഇങ്ങനൊരു ആശയം ഉടലെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇവിടേക്ക് എത്തുന്ന രോഗികൾക്ക് അവരുടെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ ഒരു സംതൃപ്തി തീർച്ചയായിട്ടും ഉണ്ടാവും. അത്രയ്ക്കും മനോഹരമായ ഒരു ദേശത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വളരെ സൗന്ദര്യം, അതും മറ്റുള്ള നമ്മളുടെ ടൗണുകളുടെ ഒരു ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ അവരുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. ബിൽഡിങ്ങിലാണ് നമ്മളുടെ പ്രധാനമായിട്ട് മേഖലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആയുർവേദവും സിദ്ധവും അതുപോലെ തന്നെ മർമ്മ അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ, തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് കിടക്കാം. പ്രധാനമായും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് ഓരോ സെഷനിലും നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ വരുന്ന ഒരു രോഗിക്ക് നമ്മൾ ആദ്യം ഈ ആയുർവേദവും നാച്ചുറോപ്പതി സിദ്ധ വിദഗ്ധന്മാർ അവർ പരിശോധിച്ച് ഏത് ചികിത്സാ വിധിപ്രകാരമാണ് നമ്മൾ ഇനി പരിചരിക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട്
രോഗിക്ക് അനുയോജ്യമായ ഒരു ചികിത്സയാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഇപ്പോൾ സിദ്ധ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആ സിദ്ധ ചികിത്സ വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ മേഖലയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ചികിത്സാ സെന്ററുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ സിദ്ധ ചികിത്സ മുന്നോട്ട് പോകുന്നത്? ആരാണ് ഇതിന്റെ നേതൃത്വം ഇപ്പോൾ വഹിക്കുന്നത്? ഇപ്പോൾ സിദ്ധ വൈദ്യ നേതൃത്വം കൊടുക്കുന്നത് ഗംഗാധരൻ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധ പാരമ്പര്യ വൈദ്യനാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു എല്ലാ ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്ന ശിഷ്യ സമ്പത്ത്, അത് ഒരു 500-ലധികം ശിഷ്യന്മാരുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം ചികിത്സാ രീതികളെ കുറിച്ച്, എങ്ങനെയാണ് മരുന്ന് ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് ഇതിനൊക്കെ നിരന്തരം ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുക്കളാണ്, ഒരു സിദ്ധ ഗുരുവാണ്. അദ്ദേഹം കഴിഞ്ഞ 10-35 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് തന്നെയാണ്. സിദ്ധനെ കുറിച്ച് പൊതുവെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ ഗംഗാധരൻ വൈദ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സിദ്ധ വൈദ്യം എന്നുള്ളതെന്ന് വെച്ചാൽ സിദ്ധ അതിൻ്റെ ആത്മീയതയും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആചാര്യനാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അവകാശപ്പെടാൻ പറ്റും അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ ഫലം, അതിൻ്റെ യഥാർത്ഥ ആളുകൾക്ക് എത്തുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനാണ്. അദ്ദേഹം യാതൊരു തരത്തിലുള്ള അതിലുള്ള കൃത്രിമത്വങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ടെസ്റ്റ് ഒന്ന് അദ്ദേഹം പാരമ്പര്യ രീതിയിൽ നിന്ന് ഒരു കടുകിട വ്യതിയാനം വരുത്താതെയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ പ്രയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറപ്പ് പറയാം അത് പൂർണ്ണ ഫലം കാണുന്നുള്ളതിൽ നമുക്ക് വിശ്വാസമുണ്ട്. സിദ്ധ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഗംഗാധരൻ ഗുരുക്കളാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് സിദ്ധ ചികിത്സയുടെ മേൽനോട്ടം ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുർവേദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആയുർവേദം നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. നമ്മുടെ ഭാരതത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. തീർച്ചയായിട്ടും ആയുർവേദം നമ്മുടെ ഈ ഒരു ആദ്യ പ്രകൃതിയിലുള്ള ആയുർവേദത്തിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആരാണ്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആയുർവേദ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സൂര്യ MD കഴിഞ്ഞതാണ്. BMS കഴിഞ്ഞ് MD കഴിഞ്ഞതാണ്. മാത്രമല്ല അവർ കോസ്മെറ്റോളജിയിൽ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ മേഖല കൈകാര്യം ചെയ്യുന്നത്, ആയുർവേദത്തിന്റെ ചികിത്സ ആരാണ് അവിടെ മേൽനോട്ടം വഹിക്കുന്നത്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ ആയുർവേദ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സൂര്യ ജയകൃഷ്ണനാണ്. അവർ ആയുർവേദ MD കഴിഞ്ഞതാണ്. അതിനുശേഷം അവർ കോസ്മെറ്റോളജിയിൽ ആയുർവേദ കോസ്മെറ്റോളജിയിൽ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആയുർവേദ ചികിത്സയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് നമുക്ക് അഭിമാനിക്കുന്ന, ഭാരതത്തിന് തന്നെ അഭിമാനിക്കാവുന്നത്, ഭാരതം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച വലിയൊരു സംഭാവന ആണ് ആയുർവേദം. നമ്മൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ, അതുപോലെ തന്നെ മറ്റുള്ള രോഗചികിത്സ, ഇതെല്ലാം തന്നെ ഡോക്ടർ സൂര്യയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ ഡോക്ടർ സൂര്യ അതുപോലെ തന്നെ ബ്യൂട്ടി ക്ലിനിക്കിന്റെ ആ ഒരു സെക്ഷനും ഡോക്ടർ സൂര്യയുടെ മേൽനോട്ടത്തിലാണ്. അതിനൊക്കെ വളരെ മികച്ച, അതിപ്പം നമ്മൾ അറിഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകരെ അറിയുന്നതിന് വേണ്ടി പറയുകയാണ്. ഈ മുടി ഇപ്പം ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത ഒരു വ്യക്തിയുടെ മുടി പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയി ഒരു കഷണ്ടി ലെവലിൽ തന്നെ കാണുമ്പോൾ കഷണ്ടി എന്ന് തന്നെ പറയാം. കഷണ്ടി തന്നെയാണ് സ്വയം പറഞ്ഞത്, കഷണ്ടി തന്നെയാണ്. അത് എത്ര നാളത്തെ ഒരു ട്രീറ്റ്മെന്റിനകത്ത് അദ്ദേഹത്തിന് റിസൾട്ട് കൊടുക്കാൻ സാധിച്ചു? ഏതാണ്ട് 21 ദിവസത്തോളം. അദ്ദേഹത്തിന് വേറൊരു കോംപ്ലിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പം നാൾ മുതൽ ഏതാണ്ട് ഒരു 6 വയസ്സ് 7 വയസ്സ് മുതൽ തന്നെ അദ്ദേഹത്തിന് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറിയൊരു ഇംഗ്ലീഷ്, ഞാൻ ആ മരുന്നിൻ്റെ പേര് പറയുന്നില്ല, ഗുളിക ഇട്ടിട്ട് അതിൻ്റെ സ്ട്രിപ്പുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 10-25 വർഷത്തോളം ആ ഗുളിക സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യം ഈ
അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതൊരു ഒരാഴ്ചത്തോളം അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അലർജി ഇത്രയും കാലം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മരുന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിച്ചു. അപ്പം അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കി. അതിനുശേഷമാണ് കഷണ്ടിയുടെ ചികിത്സ തുടങ്ങിയത്. അതൊരു 15 ദിവസത്തോളം ചെയ്തപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് ബേബി ഹെയർ നമ്മൾ വന്ന് കണ്ടു തുടങ്ങി. ഓക്കെ, മുടി സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു വളർച്ചയ്ക്ക് പ്രധാന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളൊക്കെയാണ് അതിൽ. കഷണ്ടിക്ക് ഒരു കൃത്യമായ ഒരു ചികിത്സ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേക ശരീര അവസ്ഥയാണ് അത് കഷണ്ടിയായിട്ട് തോന്നിയതായിരിക്കാം. കാരണം ചില അദ്ദേഹം ഗൾഫിലായിരുന്നു കുറെ നാള്. ഗൾഫിൽ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മുഴുവൻ പോയത്. അപ്പോൾ സാധാരണ കഷണ്ടിയായിട്ട് തന്നെ പറയാൻ പറ്റില്ല. ഒരു കഷണ്ടിക്ക് ചികിത്സ പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളുടെ മറ്റുള്ള സെഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണയായി നമ്മളിലേക്ക് എത്തുന്ന രോഗികളിലധികവും ഇപ്പോൾ ഈ ഒരു പാരമ്പര്യ ചികിത്സയായാലും ആയുർവേദമായാലും സിദ്ധയായാലും മറ്റു പല ചികിത്സാ മേഖലകളിൽ പോയി പരാജയപ്പെട്ടതിന് ശേഷം അവരുടെ സമയമൊക്കെ വേസ്റ്റാക്കിയതിനു ശേഷമായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. തീർച്ചയായും അങ്ങനെ എത്തിയ കേസുകൾ, വർഷങ്ങളുടെ പഴക്കം ചെന്ന കേസുകൾ എന്തെങ്കിലും നമ്മുടെ സെന്ററിൽ സക്സസ് ആയിട്ടുണ്ട്? നമുക്ക് എടുത്തു പറയാവുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇൻസുലിൻ 3 നേരം ഇൻസുലിൻ ഉപയോഗിക്കുന്നവരെ ഇൻസുലിൻ നിന്ന് ആദ്യം മാറ്റി ക്രമേണയാണ് അത് മാറ്റുന്നത്. ഓരോ ആഴ്ചത്തെയും ചികിത്സയുടെ പുരോഗതി നോക്കിയിട്ടാണ് ഏതൊക്കെ മെഡിസിൻ അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ കുറയ്ക്കാൻ പറ്റുന്നു ആദ്യം നോക്കും. പിന്നെ കുറച്ച് കൊണ്ടുവന്ന് അത് പൂർണ്ണമായിട്ടും മരുന്നിൻ്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. അപ്പോൾ അത് ഇൻസുലിൻ്റെ കാര്യത്തിലായാലും ശരി, കൊളസ്ട്രോളിന് നിരന്തരം മരുന്ന് കഴിക്കുന്ന കാര്യത്തിലായാലും ശരി, ക്രിയാറ്റിനിന് കൂടിയിട്ട് അതിന് മരുന്ന് കഴിക്കേണ്ടി വരുന്നവരായാലും ശരി. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മൈഗ്രെയിനാണ്. മൈഗ്രെയിൻ 3 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുട്ടുവേദന ഒട്ടും മാറ്റി വെക്കേണ്ട കേസുകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറി അവർ സുഖമായിട്ട് നടന്നു തുടങ്ങിയ അനുഭവമുണ്ട്. വേദന, അതുപോലെ സ്പോണ്ടിലൈറ്റിസ്, ഇതൊക്കെ. പിന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നതാണ് വളരെ പഴക്കം ചെന്നിട്ടുള്ള സോറിയാസിസ് പോലുള്ള ഡോക്ടർ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സമ്പൂർണ്ണ ചികിത്സാലയത്തിൽ കൂടി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഹെർബൽ പ്രൊഡക്റ്റുകൾ, അത് പ്രത്യേകിച്ച് കോസ്മെറ്റിക് ഐറ്റംസ്, ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണം വളരെ സക്സസ് ആയിട്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് നടന്നു പോകുന്നു. വളരെ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകളായി ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ആദ്യമായിട്ട് എന്തൊക്കെ തരം പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്നത്? അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുന്നത്? ആദ്യ പ്രകൃതി ചികിത്സാലയത്തിന്റെ പേരാണ്. ആദ്യ എന്നാണ് നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ്. ആദ്യം എന്നുള്ള പേരിൽ നമ്മളൊരു 10-25ഓളം പ്രൊഡക്റ്റുകൾ ഇതിനോട് നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. നമ്മൾ ഇനി പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഉപയോഗിച്ചും അനുഭവം കൊണ്ട് അവർക്ക് താല്പര്യം എടുത്തിട്ട് പലരും പുതിയ പ്രൊഡക്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചാണ് പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ്. അതൊരു നർമ്മം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പക്ഷേ ഒരു 1.5 മാസം മുമ്പ് വരെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ അടി മുതൽ മുടി വരെ വെളുത്ത് താടി നരി മീശയൊക്കെ നരച്ചിട്ടുള്ള ഒരാളായിരുന്നു. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന മുടി കറുപ്പിക്കുന്ന ഇതൊന്നും ഇനി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞ്, അപ്പം അതുകൊണ്ട് തന്നെ അതിനോടൊരു വിമുഖത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വയസ്സനായിട്ട് തന്നെ ആയിരുന്നു ഇത്രയും കാലം നടന്നത്. അപ്പോഴാണ് സൂര്യ ജയകൃഷ്ണൻ അവര് ഒരു ആയുർവേദ കൂട്ട്, അത് യാതൊരു വിധ കെമിക്കലും ഇല്ലാത്ത ഒരു ആയുർവേദ മുടി കറുപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട്, എന്നാൽ ശരി പരീക്ഷണ വസ്തു ഏറ്റവും ഞാനാണല്ലോ നല്ലത്, നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ തന്നെയാണല്ലോ നല്ലത്. അങ്ങനെയാണ്. അപ്പോൾ അത് കറുപ്പിച്ചു. 25 ദിവസം വരെ അതിൻ്റെ കറുപ്പ്. പുതിയ മുടി വളർന്നതിനനുസരിച്ച് താഴെ വെളുക്കും. അത് സ്വാഭാവികമായിട്ട് ഏത്
നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനും സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ 25 ദിവസം വരെ 25 to 30 ദിവസം വരെ നിറം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇത് തേച്ച് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് മുടി കൊഴിയായിരുന്നു. അതിൻ്റെ കാരണം താരനായിരുന്നു. വളരെ ഞാൻ പല രീതിയിലും പല ഇത് ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് താരൻ പോയിരുന്നില്ല. പക്ഷേ ഇത് ആദ്യ ആവശ്യം ഈ ഹെയർ ഡൈ ഉപയോഗിച്ചപ്പോൾ ആയുർവേദ ഹെയർ ഡൈ ഉപയോഗിച്ചപ്പോൾ തന്നെ താരൻ പോയി, വിശേഷം പോയി, മുടി കുഴിച്ചിട്ട് നിന്നു. വേറെ ഒരു ബുദ്ധിമുട്ടും അലർജി സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കലുകളുള്ള നിറം കറുപ്പിക്കുന്ന ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന യാതൊരു സൈഡ് എഫക്റ്റും എനിക്കുണ്ടായില്ല. ഞാൻ വളരെ കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ അധികം ഒരു പ്രോത്സാഹനം തരുന്നുണ്ട്. പിന്നെ ഹെയർ ഡൈ കൂടാതെ ലിപ് ബാം, ഫേസ് പാക്ക്, ഹെയർ പാക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 10-25 പ്രൊഡക്റ്റുകൾ കോസ്മെറ്റിക് വിഭാഗത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദീപക്, ഞാൻ അങ്ങാടിപ്പുറം സ്വദേശിയാണ്. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് തുമ്മൽ അതേപോലെ മുടി കൊഴിച്ചിൽ നിന്ന് കുറച്ച് അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ രാജഗോപാൽ സാർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു പ്രകൃതി ചികിത്സയിൽ ഈ ഒരു അസുഖത്തിന് പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇതിന് പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൻ്റെ ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൂവ് ഉള്ളത് ലിപ് ബാമും അതേപോലെ തന്നെ ആയുർവേദിക് ഹെയർ കളർ. തീർച്ചയായിട്ടും ആയുർവേദിക് ഹെയർ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി കൂട്ടി നമ്മൾ ആവശ്യമില്ലാതെ തന്നെ വയസ്സിലാക്കുകയാണ് നമ്മളുടെ ഒരു ഇപ്പോഴത്തുള്ള ഒരു തലമുറ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു ഉപയോഗമാണ്. സൈഡ് എഫക്റ്റ് യാതൊന്നുമേ ഇല്ലാത്ത, അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാകാത്ത ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് ആദ്യയുടെ ആയുർവേദിക് ഹെയർ കളർ. തീർച്ചയായിട്ടും നിങ്ങൾ കളർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒരു വൺസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ അതിലൂടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വിരുന്നിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിരുന്ന് ടീമിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. സാർ, അതുപോലെ തന്നെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ആദ്യ പ്രകൃതിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ പ്രഷറോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സമഗ്ര ചികിത്സ, വിവിധ ചികിത്സാ പദ്ധതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സാ സമ്പ്രദായം കൂടുതൽ വിപുലീകരിച്ച് മറ്റ് എല്ലാ മറ്റു സ്ഥലങ്ങളിലേക്കും ഇതിനെ വ്യാപിപ്പിക്കണമെന്ന് ആണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ കൂടുതൽ പലപ്പോഴും പലരും ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ഇവരൊക്കെ തന്നെ അത്തരം താല്പര്യങ്ങൾ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വളരെ ചെറിയ ഭാവിയിൽ തന്നെ അത്തരം സംരംഭങ്ങളായിട്ട് നമ്മൾ സഹകരിക്കുന്നതാണ്. എല്ലായിടത്തേക്കും ഇത് വ്യാപിക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇനിയും നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കും പിന്നെ വിദേശത്തേക്കും അത് കയറ്റി അയക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു സ്ഥാപനം ഒരുപാട് മേഖലയിലേക്ക് എത്തട്ടെ. താങ്കൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ വീടുകളിലും വളരെ സംശുദ്ധമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പുറത്തിറക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഓരോ വീടുകളിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിനും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ സാറുമായിട്ട് സംസാരിക്കാം. നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുന്ന പിന്നെ ചികിത്സാ മേഖലയാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആദ്യ പ്രകൃതി ഒരു തീർച്ചയായിട്ടും ഒരു ഉത്തമ പരിഹാര കേന്ദ്രം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിന് നിങ്ങൾക്ക് നേരിട്ടെത്താവുന്നതാണ്. എന്തായാലും വിരുന്നിൻ്റെ ഈ ഒരു എപ്പിസോഡ് ധന്യമാക്കുവാൻ ഇത്രയും സമയം നല്ലൊരു സമയം മാറ്റിവെച്ച സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ആദ്യ പ്രകൃതി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.